ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഗോസ് ലോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഗോസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ലോ ആണ് ഈ ഗോസ് ലോ പറയണത്. നമ്മൾ ചാർജ് കാണാനും അതുപോലെ ഫ്ലെക്സ് കാണാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് വളരെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ യൂസ്ഫുൾ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വരുന്ന ഒരാളാണ് നമ്മുടെ ഗോസ് ലോ പറയണത്. ഓക്കെ, അപ്പോൾ ഗോസ് ലോ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിൽ. നമ്മുടെ ഗോസ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണത് നമ്മുടെ ഒരു സർഫസ് ഉണ്ട് വിചാരിച്ചു. ആ സർഫസ് എന്ന് പറയണത് നമ്മളൊരു സ്പേസ് ആയിട്ട് ഒരു 3D സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സർഫസ് അത് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സർഫസിലൂടെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാം? ഫൈ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫ്ലക്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ആ ഫൈ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അതാണ് നമ്മൾ ഗോസ് ലോ വെച്ചിട്ട് ഡീൽ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു സർഫസിലൂടെ വരുന്ന പുറത്തേക്ക് വരുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ക്യൂ, അതായത് ചാർജിനെ, അത് എത്രത്തോളം ചാർജാണ് നമ്മൾ എടുക്കുന്ന സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എത്ര ചാർജ് ആ പെർട്ടിക്കുലർ സർഫസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വോളിയത്തിൽ എൻക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മുടെ ഗോസ് ലോ പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡെഫിനിഷനായിട്ടോ എന്തെങ്കിലും ആയിട്ട് പറയുന്ന സമയത്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഗോയിങ് ഔട്ട് ത്രൂ ദ സർഫസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഹൗ മച്ച് ചാർജ് ഈസ് ഇൻസൈഡ്, ഉള്ളിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാത്തമാറ്റിക്കലി ഇതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ അറിയേണ്ട. എന്തായിരുന്നു ഫ്ലെക്സ്? ശരിക്കും എന്തായിരുന്നു ഇവിടെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ? ഫ്ലെക്സ് എന്ന് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്കൊരു സർഫസ് ഉണ്ടെങ്കിൽ അതിലൂടെ എന്ത് പാസ് ചെയ്യും? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പുറത്തേക്ക് ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യണ ഫ്ലെക്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ്? ഇൻറ്റഗ്രൽ E.dA പറഞ്ഞിട്ടല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു സ്പേസ് എടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു സ്പിയർ ആചരിച്ചു. ഇവിടെ ഒരു സ്പിയർ എടുക്കുകയാണ്. ആ സ്പിയറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്യൂ പറഞ്ഞിട്ടുള്ളൊരു ചാർജ്, ഒരു പോയിൻറ്റ് ചാർജ്, ക്യൂ പറഞ്ഞിട്ടുള്ളൊരു പോയിൻറ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയുള്ളൊരു കേസിൽ എനിക്ക് എങ്ങനെയാണ് ഫ്ലെക്സ് എഴുതാൻ പറ്റുക? എൻ്റെ ഫ്ലെക്സ് ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.dA എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? ആൻഡ് എന്തായിരുന്നു? നമുക്ക് ഓൾറെഡി അറിയാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മൾ പോയിൻറ്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്? 1/4πε0 Q/r² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഈ DA നോക്കി, നമ്മൾ എടുത്തത് സ്പിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ എന്തുണ്ടാവും? ഒരു ആർ ക്യാപ്പ് ഇവിടെ ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ DA വെച്ച് എന്തായിരുന്നു? SPC കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാൻ DA എടുക്കണത് r² sin θ d∅ എന്ന് എടുക്കാമല്ലോ എനിക്ക്, d∅ r ക്യാപ്പ്. ഓക്കെ, ആൻഡ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ഫൈൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഈക്വൽ ടു എന്താ വരിക? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ 1/4πε0 Q/r² r ക്യാപ്പ് ഡോട്ട് എന്ത് വരും? r² sin θ d∅ d∅ ഇൻറ്റു ആർ ക്യാപ്പ് വരും. ഓക്കെ അല്ലേ? ആർ ക്യാപ്പ് വരും. ആ നോക്കി, r² എന്ത് ചെയ്യാം? എനിക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ്, എന്താ ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് വരിക? ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് എഴുതാമല്ലോ അല്ലേ? ആൻഡ് ആർ ക്യാപ്പ് ഇത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർ ക്യാപ്പ് ഡോട്ട് θ ക്യാപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കോൺസ്റ്റൻസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? Q/4πε0 പുറത്തേക്ക് എടുക്കുകയാണ്. അത് നോക്കി, sin θ d∅, ഇൻറ്റഗ്രൽ sin θ d∅, അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? sin θ d∅ ലിമിറ്റ് 0 to πയും ആൻഡ് നമ്മൾ d∅ ലിമിറ്റ് എന്താ വരിക? 0 to 2π ആയിരിക്കും. ഓക്കെ, ആൻഡ് sin θ d∅ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? sin θ d∅ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് cos θ വരും. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 2 വരും. ആൻഡ് എന്താ വരും? Q/4πε0 എന്ത് വരും? ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ എന്ത് വരും? 2 വരും. ആൻഡ് d∅ എന്താണോ വരിക? d∅ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കില്ലേ? ഫൈനെ ഞാൻ എന്ത് ചെയ്യാണ്? 0 to 2π ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? അവിടെ 2π വരും. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q/4πε0 ഇൻറ്റു 4π എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 4π
4π എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ഔട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു Q ഡിവൈഡ് ബൈ എപ്സിലോൺ 0. എന്താ അത്? നമ്മുടെ ഫ്ലെക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ. നമുക്ക് എന്ത് കിട്ടി? Q ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. ഇതാണ് എൻ്റെ എന്ത് പറയണത്, ഗോസ് ലോ എന്ന് പറയണത്. ഓക്കെ, അങ്ങനെ ഇതിന് എന്ത് ചെയ്യാം, ഒന്നുകൂടെ കുറച്ച് വൃത്തിയിൽ മാറ്റി ഇങ്ങോട്ട് എഴുതാം. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 വരും. ആൻഡ് ഇത് എന്തിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പോയിൻറ്റ് ചാർജിൻ്റെ കേസിലാണ്. പോയിൻറ്റ് ചാർജ് അല്ല, അവിടെ എന്തുണ്ട്, മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ട് വിചാരിച്ചു. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ചാർജസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാമല്ലോ ഈൻ്റെ കേസിൽ. അപ്പോൾ എനിക്ക് ഈനെ എങ്ങനെ എഴുതാൻ പറ്റുക? എൻ്റെ ഇ വിൽ ബി ഈക്വൽ ടു സമ്മേഷനാണ് ഞാൻ എടുക്കണേ, 1 to n എന്ത് ചെയ്യാം, ഈ ഐ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് മാറുക? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇ ഐ ഡോട്ട് ഡി എ. അത് നിങ്ങൾ നോക്കിയേ, എന്ത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ചാർജ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, അത് ഈൻ്റെ ടേമിൽ ചാർജ് മാത്രമേ അവിടെ വാരിയബിൾ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താണ്, കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇ ഐനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, Q ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ ഇത് എനിക്ക് എന്ത് എഴുതാം, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n Q I ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം, എപ്സിലോൺ 0. എന്താ ഈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n Q I എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n Q I എനിക്ക് എന്ത് ചെയ്താം, അതെന്താ ശരിക്കും ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് അല്ലേ, അതായത് ആ സർഫസിലുള്ള കംപ്ലീറ്റ് ചാർജ്. ഓക്കെ, അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, Q എൻക്ലോസ്ഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാൻ പറ്റും. നോക്കി, ഈ ഒരു ഇൻ്റഗ്രൽ ഫോമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എന്താ ഇതിനെ വിളിക്കണത്, ഞാൻ ഇതിനെ വിളിക്കുന്ന പേര് ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസ് ലോ. എന്താണ് ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസ് ലോ എന്നതിനെ എനിക്ക് വിളിക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഞാൻ നോക്കിയത് ഇവിടെ Q എൻക്ലോസ് എന്നാണ് പറഞ്ഞത്. അതിന് പുറത്ത് ചാർജ് ഉണ്ടെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പിയറാണ് വിചാരിച്ചു. ഓക്കെ, സ്പിയറാണ്, അവിടെ ഉള്ളിൽ മാത്രമല്ലല്ലോ ചാർജ് നിൽക്കാൻ പറ്റുക, അത് എന്ത് ചെയ്യാം, പുറത്തും ചാർജ് നിൽക്കാം. ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഉണ്ട്, പുറത്തും ചാർജ് ഉണ്ട് വിചാരിച്ചു. ഈ പുറത്ത് നിൽക്കുന്ന ചാർജസിന് എന്തുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ, അത് ഈ സർഫസിനെ പെനിട്രേറ്റ് ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ഈ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് എന്ത് ചെയ്യും, ഉള്ളോട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നമ്മൾ ആ ചാർജ്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്തൊരു ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫീൽഡ് ലൈൻ നോക്കിയാൽ ഇതിങ്ങനെ ഉള്ളോട്ട് കയറിപ്പോണ പോലെ തന്നെ എന്ത് ചെയ്യും, അതങ്ങ് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. പുറത്തുള്ള ഏത് ചാർജിൻ്റെ കേസിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതാ എങ്ങനെയാണോ ഉള്ളോട്ട് കയറി പോകുന്നത് അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഉണ്ടാവില്ല. ആ സർഫസിലൂടെ പാസ് ചെയ്യുന്നത് വെക്റ്റർ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് കാരണം എന്താ, ഉള്ളോട്ട് കയറി പോണ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് പുറത്തേക്ക് ഇറങ്ങിയും പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് Q എൻക്ലോസ്ഡ് എന്ന് തന്നെ പറയാൻ കാരണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസ് ലോ. എനിക്ക് എന്തുണ്ട്, ഒരു ഡിഫറൻഷ്യൽ ഫോമും കൂടെ ഉണ്ട്. അപ്പം ഡിഫറൻഷ്യൽ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത്, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ആൻഡ് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് Q എൻക്ലോസ്ഡ്, ടോട്ടൽ ചാർജിന് എനിക്ക് എന്ത് എഴുതാം, ഇൻ്റഗ്രൽ റോ ഡീട്ടോ എന്ന് എഴുതാമല്ലോ. റോ എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റി. ഡീട്ടോ എന്ന് പറയുന്നത് ആ വോളിയം. ഓക്കെ, ആൻഡ് അതേപോലെ എനിക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ, ഇ ഡോട്ട് ഡി എ എന്ന് കണ്ടോ ഇവിടെ. എനിക്ക് ഈ ഇ ഡോട്ട് ഡി എനെ എങ്ങനെ എഴുതാൻ പറ്റും, ഞാൻ ഇവിടെ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുക വിചാരിച്ചു. ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കിതിനെ ഡെൽ ഡോട്ട് ഇ ഇൻറ്റു ഡീട്ടോ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, എന്താണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യണത്, ഡൈവേർജൻസ് തിയറാണ്. അതായത് ഗോസ് ഡൈവേർജൻസ് തിയറാണ് എന്ത് ചെയ്യണത്, ഞാൻ യൂസ് ചെയ്യണത്. ആൻഡ് ഈ ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തുണ്ട്, സ്റ്റോക്സ് തിയറം കൂടെ ഉണ്ട്. ആൻഡ് ഈ 2 തിയറംസും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ 2 ലോസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2 ലോസ് നിങ്ങൾക്ക് എപ്പോൾ ഓർമ്മ ഉണ്ടാവണേ. ആൻഡ് നമ്മുടെ
ഇ ഡോട്ട് ഡി എൻ എന്ത് ചെയ്തു, ഡെൽ ഡോട്ട് ടി ഡി ടോ എന്ന് എഴുതി കഴിഞ്ഞു. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് രണ്ടിനെ മാറ്റി എഴുതുക. അപ്പോൾ ഇ ഡോട്ട് ഡി എനെ ഞാൻ എന്ത് ചെയ്തു, ഡെൽ ഡോട്ട് ഇ ഇൻറ്റു എന്ത് എഴുതുകയാണ് ഞാൻ, ഡി ടോ എന്ന് എഴുതുകയാണ്. ആൻഡ് ക്യൂ എൻക്ലോസ്ഡിന് 1/ε0 ഇവിടെ ഉണ്ട്. ക്യൂ എൻക്ലോസ്ഡിന് ഞാൻ എന്ത് ചെയ്യാണ്, റോ ഡി ടോ എന്ന് എഴുതാം. ഓക്കെ, നോക്കിയേ രണ്ട് സൈഡിൽ എന്താണ് ഇൻറ്റഗ്രലാണ്, രണ്ട് സൈഡിൽ എന്താണ് വോളിയം ഇൻറ്റഗ്രലാണ്. അപ്പോൾ എനിക്ക് ഈ രണ്ട് കമ്പോണൻസിന് ഈക്വലായിട്ട് എഴുതാമല്ലോ. അപ്പം അങ്ങനെ ഈക്വലായിട്ട് എഴുതി കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു എന്താ വരിക, റോ ബൈ ε0. നോക്കിയേ, ഇതൊരു ഡിഫറൻഷ്യൽ ഫോം അല്ലേ. അപ്പം ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കാൻ പോണത്, എൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ. എന്താണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ എന്ന് പറയണത്, ഫോം ഓഫ് ഗോസ് ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇവിടെ, ഗോസ് ലോ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം പറഞ്ഞു, അതേപോലെ ഡിഫറൻഷ്യൽ ഫോം പറഞ്ഞു. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യുക, ഗോസ് ലോൻ്റെ ഇക്വേഷൻ അതേപോലെ ഗോസ് ലോൻ്റെ കൺസെപ്റ്റ് ആലോചിച്ച് വെക്കുക. അതിൻ്റെ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് ആലോചിച്ച് വെക്കണം. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഗോസ് ലോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക ഒരു സർഫസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഫ്ലെക്സ് കാണാനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ വിചാരിച്ചോ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിറ്റ്, ഒരു സ്പിയർ ഉണ്ട് വിചാരിച്ചോ. നമ്മുടെ കയ്യിലൊരു സ്പിയർ ഉണ്ട്. ഓക്കെ, എന്താണ് ഉള്ളത്, സ്പിയർ ആണ് ഉള്ളത്. ആ സ്പിയറിൽ എന്തുണ്ട്, ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്, എൻക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ സർഫസിലൂടെ അല്ലെങ്കിൽ ആ സ്പിയറിലെ ടോട്ടൽ ഫ്ലെക്സ് എന്തായിരിക്കും നമ്മളോട് ചോദിച്ചു വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, നമ്മൾ ടോട്ടൽ സ്പിയറിൻ്റെ ടോട്ടൽ ഫ്ലെക്സ് φ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ക്യൂ ഡിവൈഡ് ബൈ ε0 എന്ന് എഴുതാം. കാരണം എന്താ, അതിൽ ടോട്ടലായിട്ടുള്ള ചാർജ് എന്താണ്, ക്യൂ ആണ്. ഇനിയിപ്പം വിചാരിച്ചോ ഡൈപോളാണുള്ള വിചാരിച്ചു, അതായത് ഒരു സ്പിയർ ഉണ്ട്. എന്തായിരുന്നു ഡൈപോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സ്പിയർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, അതായത് ഒരു പ്ലസ് ക്യൂ ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ഒരു മൈനസ് ക്യൂ ഉണ്ട്. അതിനെയാണല്ലോ നമ്മൾ ഡൈപോൾ എന്ന് പറയാറ്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്തായിരിക്കും നമ്മുടെ ഫ്ലെക്സ് എന്ന് പറയുന്നത്, ഫ്ലെക്സ് എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും, φ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ ε0 ആണല്ലോ. നോക്കിയേ, ക്യൂ എൻക്ലോസ്ഡ് എത്രയാണ്, പ്ലസ് ക്യൂ ഉണ്ട് മൈനസ് ക്യൂ ഉണ്ട്. ടോട്ടൽ ചാർജ് എന്തായിരിക്കും അവിടെ, 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കേസിൽ എന്തായിരിക്കും നമ്മുടെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗോസ് ലോയിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.